അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്തൊക്കെ എല്ലാവർക്കും റാഹത്തല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല പ്രഭാഷണങ്ങളുടെയും വീഡിയോകളിലൂടെയും സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളും അതിൻ്റെ പ്രൗഢിയും ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ പലർക്കും പ്രയാസകരമാണ്. എന്നാൽ സ്വർഗത്തിൻ്റെ ഒരു വാല്യുബിൾ, സ്വർഗത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്, സ്വർഗം എത്ര സൂപ്പറാണ് എന്ന് അറിയിക്കുന്ന, അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു സൂപ്പർ സ്റ്റോറി ഞാൻ പറഞ്ഞു തരാം. മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് അസ്രായിൽ അലൈഹി സ്വലാം കടന്നു വരുന്നുണ്ട്. അസ്രായിൽ അലൈഹി സ്വലാം കടന്നു വന്നിട്ട് റൂഹ് പിടിക്കുന്നതിന് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഇദ്രീസ് നബിയോട് അസ്രായിൽ അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, അവസാനമായിട്ട് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അങ്ങനെ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്രായിലിനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്, എനിക്കെൻ്റെ മരണത്തിന് മുമ്പ് സ്വർഗം ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം. ആ സ്വർഗം എന്നെ ഒന്ന് കാണിച്ചതിന് ശേഷം എൻ്റെ റൂഹ് പിടിച്ച് നീ മടങ്ങിക്കോ എന്നുള്ള ആഗ്രഹം കേട്ട അസ്രായിൽ അലൈഹി സ്വലാം ഒന്ന് നെട്ടിയെങ്കിലും പടച്ച തമ്പുരാൻ്റെ പെർമിഷൻ വാങ്ങിയതിന് ശേഷം മഹാനായ ഇദ്രീസ് നബിയെയും കൊണ്ട് അസ്രായിൽ അലൈഹി സ്വലാം സ്വർഗം കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ കയറി അല്പ നിമിഷങ്ങൾ അസ്രായിൽ അലൈഹി സ്വലാം കാത്തു നിന്നെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇദ്രീസ് നബിയുടെ തിരിച്ചുവരവ് കാണാത്ത അസ്രായിൽ അലൈഹി സ്വലാം സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കുകയാണ്. സ്വർഗത്തിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒരു മരത്തിനെ പൊത്തിപ്പിടിച്ചുകൊണ്ട്, മരത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടിയെപ്പോലെ, ചെറിയ ബാല്യ സ്വഭാവമുള്ളതുപോലെ ഇദ്രീസ് നബി വാശി പിടിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും സ്വർഗത്തിൻ്റെ പുറത്ത് കടക്കുകയില്ല, ഞാൻ ഇനി കാലാകാലത്തോളം സ്വർഗത്തിലാണ് എന്ന് വാശി പിടിച്ച ഇദ്രീസ് നബിയുടെ മറുപടി കേട്ട അസ്രായിൽ അലൈഹി സ്വലാം പേടിച്ചു പോവുകയാണ്. കാരണം അസ്രായിൽ അലൈഹി സ്വലാമിന് ഇപ്പോൾ കൊടുത്ത ഡ്യൂട്ടി എന്നുള്ളത് ഇദ്രീസ് നബിയുടെ റൂഹ് പിടിക്കുക എന്നുള്ളതാണ്. അവസാനമായി പറഞ്ഞ ആഗ്രഹം സ്വർഗം ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നാണ്. ഓക്കെ, സ്വർഗം വിസിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. സ്വർഗത്തിൽ കയറിയപ്പോൾ പുറത്താണെങ്കിൽ വരുന്നുമില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് ഈ സംഭവം മഹാനായ അസ്രായിൽ അലൈഹി സ്വലാം അള്ളാഹുവിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹു തആല വീണ്ടും അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇദ്രീസ് നബിയോട് കാര്യങ്ങൾ സംസാരിക്കാൻ വീണ്ടും തിരിച്ചയച്ചെങ്കിലും ഇദ്രീസ് നബി അത്ഭുതകരമായ ഒരു മറുപടി പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ എൻ്റെ നാഥൻ്റെ ഒരു വാക്കുണ്ട്, സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ ഒരിക്കലും പിന്നീട് പുറത്തിറങ്ങുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ചു പോയി, അതുകൊണ്ട് ഇനി ഞാൻ പുറത്തിറങ്ങുന്ന കേസേ ഇല്ല. ഇത് കേട്ട അസ്രായിൽ അലൈഹി സ്വലാം ചിരിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ പോയിട്ട് പറയാണ്, പടച്ച തമ്പുരാനെ, നിങ്ങളുടെ ഒരു വാക്കാണ് ഇദ്രീസ് നബിയെ സ്വർഗത്തിൽ തന്നെ നിലനിർത്താൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്, എന്താണ് ആ വാക്ക് എന്നുള്ളത്. അസ്രായിൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ ഒരു വാക്കുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആനിൽ, സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ പിന്നീട് അതിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല, ഖാലിദൻ, കാലാകാലത്തോളം അവൻ സ്വർഗത്തിലായിരിക്കും. പടച്ച തമ്പുരാൻ പറയുമ്പോൾ അത് ശരിയാണല്ലോ. അതുകൊണ്ട് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ ഇദ്രീസ് നബി സ്വർഗത്തിൽ തന്നെയാണ്. സ്വർഗത്തിൽ കടന്ന ഇദ്രീസ് നബിയെ സ്വർഗത്തിൽ തന്നെ നിലനിർത്താൻ പ്രേരിപ്പിച്ചത് സ്വർഗത്തിലെ ആ ഭംഗിയായിരുന്നു. വേണ്ടത് മുഴുവൻ, ആഗ്രഹിച്ചത് മുഴുവൻ, ചോദിച്ചത് മുഴുവൻ, മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സ്വർഗലോകം കേട്ടുകൊണ്ട് മാത്രം ഭംഗി ആസ്വദിക്കുന്ന നാം അതിനുള്ളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളം സൂപ്പറാണ് സ്വർഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 6.5 ബില്യൺ മലക്കുകളെ കൊണ്ടാണ് പടച്ച തമ്പുരാൻ നരകം സൃഷ്ടിക്കപ്പെട്ടത്. എങ്കിൽ സ്വർഗത്തെ പടക്കാൻ എത്ര മലക്കുകൾ വെച്ചിട്ടായിരിക്കും? അതായത് മലക്കുകൾ എന്നുള്ളത് അല്ലാഹുവിൻ്റെ തൊഴിലാളികളാണ്. എത്ര മലക്കുകൾ വെച്ചിട്ടായിരിക്കും പടച്ച തമ്പുരാൻ സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അതുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്ത്, നന്മകൾ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുക. തിന്മകളിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് ഈ വരുന്ന പുതുവർഷമെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ട് നല്ല രീതിയിൽ, നല്ല നിയ്യത്തോടുകൂടെ പുതിയൊരു വർഷമായിട്ട് ഈ 2025 നമുക്ക് വരവേൽപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.